ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. KTDC റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരമാണ്. കേരളത്തിലും ജോലി നേടാൻ അവസരം. ശമ്പളം 85,000 രൂപ വരെ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ്, ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. KTDC റിക്രൂട്ട്മെൻറ്റ് 2025. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. KTDC കൺസൾട്ടൻറ്റ് ഓവർസിയർ സിവിൽ, കൺസൾട്ടൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ സിവിൽ, മാനേജർ GR, ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ, കമ്പനി സെക്രട്ടറി ജോലി ഒഴിവുകൾ നികത്തുന്നതിനുള്ള തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി. ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓഫ്ലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഈ കൺസൾട്ടൻറ്റ് ഓവർസിയർ സിവിൽ, കൺസൾട്ടൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ സിവിൽ, മാനേജർ GR, ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ, കമ്പനി സെക്രട്ടറി തസ്തികകൾ കേരളമാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 10/2/2025 മുതൽ 27/2/2025 വരെ ഓഫ്ലൈൻ വഴി, തപാൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് KTDC റിക്രൂട്ട്മെൻറ്റ് 2025 ഹൈലൈറ്റുകളാണ്. സ്ഥാപനത്തിൻ്റെ പേര് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. തസ്തികയുടെ പേര് കൺസൾട്ടൻറ്റ് ഓവർസിയർ സിവിൽ, കൺസൾട്ടൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ സിവിൽ, മാനേജർ GR, ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ, കമ്പനി സെക്രട്ടറി. ജോലി തരം കേന്ദ്ര സർക്കാർ ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഒഴിവുകൾ വന്നിട്ടുള്ളത് 35 ആണ്. വാക്കൻസി കുറവാണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. മാക്സിമം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ജോലി സ്ഥലം കേരളമാണ്. ശമ്പളം 25,000 മുതൽ 85,000 രൂപ വരെയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി. അപേക്ഷിക്കേണ്ട രീതി ഓഫ്ലൈൻ മോഡിലാണെന്ന് പറഞ്ഞു. അപേക്ഷ ആരംഭിക്കുന്നത് 10/12/2025. അവസാന തീയതി 27/2/2025 ആണ്. അതിനു മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ശമ്പള വിവരങ്ങളാണ്. കൺസൾട്ടൻറ്റ് ഓവർസിയർ സിവിൽ 25,000 രൂപയാണ് പ്രതിമാസം. കൺസൾട്ടൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ സിവിൽ 35,000 രൂപ പ്രതിമാസം. മാനേജർ GR 35,700 രൂപ മുതൽ 75,600 രൂപ വരെയാണ് പ്രതിമാസം. ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ 40,500 രൂപ മുതൽ 85,000 രൂപ വരെയാണ് പ്രതിമാസം. കമ്പനി സെക്രട്ടറി 60,000 രൂപയാണ് പ്രതിമാസം. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ്. കൺസൾട്ടൻറ്റ് ഓവർസിയർ സിവിൽ 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതേ ഏജ് ഉള്ളവർക്കും അപേക്ഷിക്കാം. കൺസൾട്ടൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ 18 മുതൽ 36 വയസ്സ് വരെ. മാനേജർ GR 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ 18 മുതൽ 36 വയസ്സ് വരെ. കമ്പനി സെക്രട്ടറി 55 വയസ്സ് വരെ. 2025 ജനുവരി 1 മുതലുള്ള വയസ്സിളവ്. യോഗ്യരായ SC ST OBC ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ ഇളവ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ്. കൺസൾട്ടൻറ്റ് ഓവർസിയർ സിവിൽ, അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ. പരിചയം: ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ ഓവർസിയറായി 3 വർഷത്തെ പരിചയം. 2. കൺസൾട്ടൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ സിവിൽ, അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ BTech പരിചയം. ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ പ്രൊജക്റ്റ് എഞ്ചിനീയറായി 3 വർഷത്തെ പരിചയം. നെക്സ്റ്റ് പറയുന്നത് മാനേജർ GR +2 അല്ലെങ്കിൽ തത്തുല്യം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നൽകുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ BSc ബിരുദം അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്നോ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്നോ നേടിയ തത്തുല്യ യോഗ്യത. അപേക്ഷയോടൊപ്പം തത്തുല്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പരിചയം: പ്രവർത്തന മേഖലകളിൽ 5 സ്റ്റാർ ഹോട്ടലിൽ 4 വർഷത്തെ പരിചയം. നെക്സ്റ്റ് ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ, അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech പരിചയം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ എന്നിവയിൽ പ്രൊപ്പൈറ്ററിഷിപ്പ് ഒഴികെയുള്ള മറ്റ് കമ്പനികളിൽ എഞ്ചിനീയർ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, മെക്കാനിക്കലായി കുറഞ്ഞത് 5 വർഷത്തെ പരിചയം.
നെക്സ്റ്റ്, കമ്പനി സെക്രട്ടറി. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. ICSIയിലെ ഫെലോ അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗം. അക്കൗണ്ടിംഗ് യോഗ്യതയുള്ള വ്യക്തിക്ക് മുൻഗണന നൽകും. പരിചയം. 2 വർഷത്തിൽ കൂടുതൽ പരിചയം വേണം. അപേക്ഷാ ഫീസ് പറയാന്നുണ്ടെങ്കിൽ KDDC റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി. പ്രമാണ പരിശോധന, എഴുത്തു പരീക്ഷ, വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് സെലക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്. മേൽപ്പറഞ്ഞ ആവശ്യകതകൾ നിറവേറ്റുന്ന ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അടുത്തിടെയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപേക്ഷിച്ച തസ്തികയിലേക്ക് മുകളിൽ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം സാധാരണ തപാൽ വഴി താഴെ പറയുന്ന വിലാസത്തിലേക്ക് അയക്കണം. 2025 ഫെബ്രുവരി 27 വൈകുന്നേരം 5:15 മുമ്പ് സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒരു എഴുത്തു പരീക്ഷയിൽ പങ്കെടുക്കണം. തുടർന്ന് ഒരു അഭിമുഖം നടത്തണം. അത് മെമ്മോ അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ ടെലിഫോൺ കോൾ വഴി അവരെ അറിയിക്കും. അതിനാൽ അപേക്ഷാ ഫോമിലെ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ദയവായി അറിയിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.